ഇപ്പോൾ നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള പുതിയ യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ നേതൃത്വങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെ സംസ്ഥാനത്തിനകത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത ഈ സർക്കാർ ദേവൻ്റെ സ്വത്തുകൂടി അപഹരിക്കുന്ന ഒരു കാഴ്ചയാണ് സമീപ ദിവസങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സർക്കാരിനെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും നോക്കിക്കാണുന്നത്. ആ ഉത്തരവാദിത്വത്തിൻ്റെ ഭാരം ഞങ്ങളിലുണ്ട് എങ്കിൽ കൂടി ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കാൻ ഈ അവസരത്തെ ഞങ്ങൾ വിനിയോഗിക്കും. സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയൊരു ടീം, ഒരു നേതൃത്വ നിരയെ പുതിയതായി ഇന്ന് നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. ആ നേതൃനിര ഈ സംസ്ഥാനത്തിനകത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. അതോടൊപ്പം തന്നെ ഈ സർക്കാരിനെതിരെ ജനം ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭരണമാറ്റം എന്നുള്ളതാണ്. ഈ സംസ്ഥാനത്തിനകത്ത് വരാനിരിക്കുന്ന ചെറിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഭരണമാറ്റം സംഭവിക്കും. ആ ഭരണമാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന അതിതീവ്രമായ സമര പരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് കേരളത്തിൻ്റെ തെരുവുകളിൽ നേതൃത്വം കൊടുത്തു. 250-ൽ താഴെ ദിവസങ്ങൾ മാത്രമാണ് ഇനി കേരളത്തിനകത്ത് ഇടതുപക്ഷ സർക്കാരിന് അവശേഷിക്കുന്നത്. ഈ സർക്കാർ തുടർച്ചയുണ്ടാകാതിരിക്കുക എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ്. ആ ജനങ്ങളാണ് ഞങ്ങളെ നയിക്കുന്നത്. ആ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. ജനം നേതൃത്വം കൊടുക്കുന്ന സമരത്തിന് യൂത്ത് കോൺഗ്രസും നേതൃത്വം കൊടുക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. താങ്കളുടെ മുൻഗാമി